ഹദീസുകൾ വായിച്ചു നോക്കും നിങ്ങൾ. സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരങ്ങളായ കാര്യങ്ങളാണ്. പക്ഷെ ഒരു ശ്രദ്ധയോടുകൂടെ ചെയ്യാന്നുള്ളതല്ലേ സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ബാങ്ക് കൊടുത്തത്. ആ ബാങ്കിൻ്റെ ലഫ്ലുണ്ടല്ലോ, അത് ഇഖ്ലാസോടെ ഒന്ന് അനുധാവനം ചെയ്ത് പറഞ്ഞാൽ അവന് സ്വർഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താ പറയുക, നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് സ്വർഗം പോകാനുള്ള ഒരു അമലാണ് എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കണം. എന്തിന്? ഇഖ്റ വർത്തക്കി, ഓത്, കേറിപ്പോ, വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ. ദുനിയാവെന്ന് നീ ഖുർആൻ ഓതിയെന്നില്ലേ, അതേമാതിരി ഓതി ഓതി കേറിപ്പോയിക്കോന്നാണ്. ഓരോ ആയത്തിനും ഓരോ പദവികൾ. വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട് മാത്രം ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, അവസാനത്തെ ആയത്ത് നീ ഓതുമ്പോൾ അവിടെ ആയിരിക്കും സ്വർഗത്തിൽ നിന്റെ സ്ഥാനം എന്നാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ മര്യാദക്ക് മനസ്സന്തോഷത്തോടെയും മനസ്സംതൃപ്തിയോടെയും ഉദ്ദേശശുദ്ധിയോടെയും ഓതിൽ അത് മതി എന്നാണ്. ഇന്നലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മൻ മിഅത ഇല്ലാ വാഹിദ്. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 101 കുറവുള്ളൂ. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അതൊന്ന് അവൻ ക്ലിപ്തപ്പെടുത്തിയാൽ അവന് സ്വർഗം കിട്ടും. അത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതം ഒന്ന് പരിവർത്തിപ്പിച്ചാൽ, അതെല്ലാം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അള്ളാനെ പേടിച്ച് ജീവിച്ചാൽ അതൊക്കെ സ്വർഗം കിട്ടാൻ കാരണമായി തീരുമെന്നാണ്. എന്തിനേറെ സുഹൃത്തുക്കൾ, എത്ര ലളിതമാണ്. ഇവിടെ ആയത്തുൽ കുർസി മനപ്പാടല്ലാത്ത ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടാവും. എന്നാൽ നമ്മൾ എത്ര പേർ ശ്രദ്ധയോടെ സ്വർഗം ആഗ്രഹിച്ച് നിസ്കാരശേഷം അത് ഓതലുണ്ട്. മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്. എല്ലാ നിസ്കാരശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവന് സ്വർഗത്തിൽ പോകാൻ ആ ആളുടെ തടസ്സം തരും, മരിച്ചിട്ടില്ല എന്നതാണ്. മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോവുള്ളൂ. മരിച്ചിട്ടില്ല എന്നൊരു തടസ്സം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്വർഗമൊക്കെ നമുക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നമ്മളെങ്ങനെ മറന്നു പോവുക? നിസ്കാരം കഴിഞ്ഞാൽ ഒരു ആയത്തുൽ കുർസി ഓതാൻ മറന്നു പോകുമോ സുഹൃത്തുക്കളെ? എത്ര നിസ്സാരമാണ്. പക്ഷെ വിശ്വാസം പ്രധാനമാണ് കേട്ടോ. വിശ്വാസം തൗഹീദില്ലാതെ ഒരാളുകൊണ്ട് എത്തൂല. വേദന മനസ്സ് പിടച്ചു പോലെ. എപ്പോഴാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് കാവലിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് കുട്ടികൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് അവരെ കയ്യിൽ പുറത്തിങ്ങനെ കാണും കറുത്തൊരു ചരട്. അത് കാണുമ്പോൾ നെഞ്ച് തകർന്നു പോകും. എന്താ? നബി പൊട്ടിച്ചു, മൃഗത്തിൻ്റെ കഴുത്തുനിന്ന് കയറ് പൊട്ടിച്ചു. എഴുതി കെട്ടിയാൽ പിന്നെ വർക്കത്തിന് വേണ്ടി കെട്ടിയിട്ടുള്ള നൂല് പൊട്ടിച്ച്. എന്നിട്ട് നബി എന്താ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ? ഇത് കെട്ടുന്നോ വിജയിക്കൂല എന്നാണ്. ദുനിയാവിലും വിജയിക്കൂല, ആഖിറത്തിലും വിജയിക്കൂല. അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത്. അള്ളാഹുവാണ് കാവൽ. എഴുതി കെട്ടാനും ഊതിക്കെട്ടാനും ഒന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിക്കൊടുത്തിട്ടില്ല. സുഹൃത്തുക്കളെ, തൗഹീദുമാണ്. തൗഹീദ് ശിർക്കിൽ നിന്ന്. കാരണം ശിർക്കോട് കൂടെ ഒരാൾ അള്ളാഹു സ്വർഗത്തേക്ക് കയറ്റൂല. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്കുള്ള ഒരാൾക്ക് സ്വർഗം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. സ്വർഗം കിട്ടാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആർക്കാ അറിയാത്തത്? ഇടയ്ക്ക് വാഹനത്തിലിരിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ, നടക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനല്ലാതെ കഴിവില്ല, അള്ളാഹുവിനല്ലാതെ ശക്തിയില്ല. അതിൻ്റെയൊക്കെ അർത്ഥം എത്ര സുഹൃത്തുക്കളെ? അതിൻ്റെയൊക്കെ ഒരു ആശ്വാസം എത്ര കാര്യങ്ങൾ. നമ്മളത് നടക്കും ഇങ്ങനെ ബേജാറായി നടക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹുവിനെ കഴിവുള്ളൂ, അള്ളാഹുവിനെ ശക്തിയുള്ളൂ. അള്ളാഹ് വിചാരിച്ചാൽ നടക്കും, വിചാരിച്ചാൽ നടക്കൂല. എന്തിനാ ആലോചിച്ചിരിക്കുന്നത്? നിസ്കാരത്തിൽ പോലും അനാവശ്യമായത് ആലോചിച്ചിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണ് അതിന്റെ പ്രത്യേകത? ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധിയാണെന്ന്. സ്വർഗത്തിന്റെ നിധി. അപ്പൊ എത്ര സുഹൃത്തുക്കളെ ആ ഒരു ദിക്റിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അത്രേ. ഒന്നും വേണ്ട. സുബ്ഹി നമസ്കാരവും അസ്ർ നമസ്കാരവും സമയനിഷ്ഠയോടെ ജമാഅത്തോടെ ശ്രദ്ധയോടെ അയാൾ നിർവഹിച്ചാൽ മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന, മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഹദീസ്. 2 നിസ്കാരം ഉണ്ടല്ലോ, അതാരെങ്കിലും നിസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താ സുഖം നമ്മൾ ചെയ്യാത്തതാ? പക്ഷേ സ്വർഗമെന്ന ഒരാഗ്രഹത്തോടെ വിശ്വാസത്തോടെ പറഞ്ഞു. ഇപ്പം നമ്മൾക്ക് റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കൂല എല്ലാവരും. നിസ്കാരത്തിന്റെ ഫർദ് നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമുള്ള നിസ്കാരങ്ങളെ നമ്മളെല്ലാവരും ചെയ്യും. അപ്പം എന്ത് ചെയ്യും? സുബൈൻ്റെ മുമ്പ് 2 നിസ്കരിച്ചു, ലോഹറിന് മുമ്പ് 2, ശേഷം 2 നിസ്കരിച്ചു, അസറിനില്ല. പിന്നെ മഗ്‌രിബിക്ക് ശേഷം 2 നിസ്കരിച്ചു, ഇശാക്ക് ശേഷം 2 നിസ്കരിച്ചു. അങ്ങനെ നമ്മൾ 10 തികഞ്ഞാൽ, 10 അല്ലെങ്കിൽ 12 തികഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? സ്വർഗം കിട്ടുന്നതാണ്. അർബഉൻ ഖബല ളുഹർ റകഅത്താനി ബഅദഹാ, 4 ളുഹറിന് മുമ്പ് 12 ആവുമ്പോൾ 4 ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഉണ്ടാവും. വറകഅത്താനി ബഅദൽ മഗ്രിബ് വറകഅത്താനി ബഅദൽ ഇശാ വറകഅത്താനി ഖബല സ്വലാത്തുൽ ഫജ്ർ. ഇത് നിസ്കരിച്ചാൽ അവർ സ്വർഗ്ഗാണെന്നാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരിക്കും, ഇശാക്ക് ശേഷം 2 നിസ്കരിക്കാതെ പോകും. അപ്പോൾ അത് പൂർത്തിയാക്കുക ആരാണ്? ഈ 2 കൂടി ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും എന്ന് വിചാരിക്കും. ആ വിചാരമാണ് മനസ്സിൽ, ആ ആഗ്രഹമാണ് മനസ്സിൽ, ആ ശ്രദ്ധയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിത്തരുന്നത്. അപ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നിസ്സാരമായ എത്രയോ കാര്യങ്ങൾ സ്വർഗത്തിന്റെ ചാൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചു. അതൊന്നും വേണ്ട. മാ മിൻ മുസ്ലിമിൻ യതവല്ല ഫയുഹ്സിനു വുളൂഅഹു. ഒരു മുസ്ലിം പോയിട്ട് ഓതെടുത്തു,
ആ ഒലു ശരിക്കെടുത്തു. ബേജാറായി ധൃതി പിടിച്ച് അവിടെ ഇവിടെ കഴുകാതല്ല, ശരിക്ക് കൈയൊക്കെ കഴുകി കുപ്പിളിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ രൂപത്തിൽ ഒലുവെടുത്തു. എന്നിട്ടോ രണ്ട് റക്അത്ത് നിസ്കരിച്ചു കിബിലക്ക് മുന്നിട്ട്. അതേപോലെ തന്നെ വളരെ ഇഖ്ലാസോടുകൂടെ ഇല്ല വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്. മൂജിബാത്തുൽ ജന്നത്തിൽപ്പെട്ടതാണ്, സ്വർഗം നിർബന്ധമാണ്. ഏത് ഒലു എടുത്ത് 2 റക്അത്ത് ആത്മാർത്ഥമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അതൊക്കെ ഒരു മനസ്സിൽ വേണം. ഒരു യാന്ത്രികമായി ചെയ്തു പോകുന്നതാവാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയൊക്കെ ഒരു വിചാരത്തോടെയും നീയത്തോടെയും ഈ ഹദീസുകളൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുമായിരിക്കണം. എന്തിനേറെ തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു തൗബ മതി സ്വർഗം വരാൻ. തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നോടത്തുനിന്ന് എപ്പോഴോ ഒരു മാനസാന്തരമുണ്ടായി ഒന്ന് തിരിച്ചു വന്നാൽ നസൂഹായ ആത്മാർത്ഥമായ ഒരു തൗബ ഉണ്ടെങ്കിൽ കിട്ടും. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന. ആരെങ്കിലും ഖേദിച്ചു മടങ്ങുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് സ്വർഗ്ഗമാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് പറയുന്നത്. എത്ര ഹദീസുകളാണ്. ആത്മാർത്ഥമായിട്ട് ഇടയ്ക്കിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പടച്ചോനെ സ്വർഗം എന്തായാലും എനിക്ക് കിട്ടാതെ പോകാൻ പറ്റൂല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് സ്വർഗം തരണേ അല്ലാ എന്ന് 3 പ്രാവശ്യം ആത്മാർത്ഥമായി ഒരാൾ പറഞ്ഞാൽ മൻ സഅലല്ലാഹൽ ജന്നത 3 മറات 3 വട്ടം സ്വർഗം തരണേ, അസ്അലുല്ലാഹൽ ജന്ന അസ്അലുല്ലാഹൽ ജന്ന അസ്അലുക്കൽ ജന്ന വ അസ്തജീറുക മിനന്നാർ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞാൽ കാലത്തിൽ ജന്ന സ്വർഗം പറയും. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹു അവനെ സ്വർഗത്തിൽ കയറ്റി, സ്വർഗം പറയും, സ്വർഗം റെക്കമെൻഡ് ചെയ്യും, അവനെ സ്വർഗത്തിൽ കയറ്റി. ആഗ്രഹമാണ് സുഹൃത്തുക്കൾ, ഇതൊക്കെ വിശ്വാസമാണ്, മനസ്സിൽ ആ നീയത്താണ് വേണ്ടത്. സയ്യിദുൽ ഇസ്തിഗ്ഫാറില്ലേ, നമ്മൾ രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന പ്രാർത്ഥനകൾ, ദിക്റുകൾ, അതിൽ സയ്യിദുൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക എന്ന് പറയുന്നത് വളരെ കൃത്യമായി രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ആളാണെങ്കിൽ അത് ചൊല്ലിയതിന് ശേഷം അവൻ മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗം കിട്ടാൻ അത് മതിയാകുമെന്നാണ്. എന്തിന് സുഹൃത്തുക്കളെ, ആഴ്ചക്ക് നാട്ടിലൊക്കെ ഖുർആനും ദീനൊക്കെ പഠിപ്പിക്കണ വല്ല മജ്ലിസും ഉണ്ടെങ്കിൽ എല്ലാ തിരക്കൊന്നും കുറച്ച് സമയം കണ്ട് ആ മജ്ലിസിലെത്തിയാൽ മതി. ഒരു ഖുർആൻ ക്ലാസ്സിന് മര്യാദക്ക് ആഗ്രഹിച്ചിട്ട് പടച്ചോനെ ഇതൊക്കെ ഇപ്പോൾ എനിക്കും പറഞ്ഞു തന്നെയാണല്ലോ, ആൾക്കാർ ഇങ്ങനെ കാണുന്നു, ഞാനും തൽക്കാലം എന്നും കടയിലേക്ക് പോകുന്ന, എന്നും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഞാൻ ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്ന് പോകാം, ഒരു ദർസിൽ ഇരുന്ന് പോകാം എന്നൊരുത്തൻ വിചാരിച്ചാൽ അവനെന്താണ്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഒരാള് ഇൽമിന്റെ വഴിയിൽ ഇൽമന്വേഷിച്ചുകൊണ്ട് അതിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള അവന്റെ വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. എത്ര ഭൂമിയാ സുഹൃത്തുക്കളെ ഓരോരുത്തരുടെ പേരിൽ, അവനാന്റെ പേരിൽ ഭൂമി വെക്കാൻ പറ്റാഞ്ഞിട്ട് ബിനാമിന്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. എന്നാൽ ഒരു 10 സെന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു പള്ളി വന്നോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചാലും ഒരു സ്വർഗത്തിനുള്ള വകുപ്പാണ് ആകാൻ പോകുന്നത്. ആർക്കൊടുത്താലാ വരിക സുഹൃത്തുക്കളെ? പലപ്പോഴും നല്ല ആളുകൾക്ക് വീട് വെക്കാനൊക്കെ നമ്മൾ സ്ഥലം കൊടുക്കുന്നത് നല്ലതന്നെ, അതിലൊന്നും തകരാറില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ സ്വർഗത്തിൽ നമുക്കൊരു വീട് വേണ്ടേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഇവിടുത്തെ വീടൊക്കെ പൂർത്തിയായി അതിൻ്റെ മുറ്റം വീണ്ടും വീണ്ടും കട്ടയിട്ട് അലങ്കരിച്ച് മനോഹരമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വീട് പോകുമ്പോഴൊക്കെ അവിടേക്ക് പണിയാൻ, തൽക്കാലം ഭാവിയിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അങ്ങാടിയിൽ 2 റൂമുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകാമെന്ന വിശ്വാസം പോലും നാളെ പരലോകത്തൊരു 10 സെന്റിൽ 5 സെന്റിൽ ഒരു പള്ളി ഉണ്ടായാൽ അവിടെ സുജൂദ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഇതൊരു പ്രതിഫലം എനിക്ക് കിട്ടും. ബന മസ്ജിദൻ ലില്ലാ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. വെറുതെ പൊട്ടന്മാരായിട്ട് ചെയ്യല്ലേ സുഹൃത്തുക്കളെ? വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിൽ വന്ന് പള്ളി ഉണ്ടാക്കണത് അവർക്കൊക്കെ എന്താ വെച്ചാൽ അവിടെ പള്ളിൻ്റെ ആവശ്യങ്ങളില്ല. അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കുക, മരിക്കയിലിടക്ക് നിന്ന് ചിന്തിക്കുന്നത് സ്വർഗത്തിലൊരു വീടുണ്ടാക്കാനാണ്. ഒരു വീട് എത്ര കാലം സ്വപ്നം കണ്ടു, എത്ര വായ്പ വാങ്ങി, എത്ര ബുദ്ധിമുട്ടി, അത്രയൊന്നും പ്രശ്നമില്ല ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ. പക്ഷേ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നാടൊട്ടുക്കും ആളുകളെത്തി പോയി പിരിച്ച് വീട്ടിൽ കയറി ചോദിച്ച് എത്ര ബുദ്ധിമുട്ടാണ്. ഒരു നാട്ടിൽ 100 കണക്കിന് ആളുകളും 10, 20, 30, 40 ഒക്കെ വീടുകളുണ്ടായിട്ടും ഒരു പള്ളി എല്ലാവർക്കും പാടെ കൂടി ഉണ്ടാക്കാൻ പറ്റണില്ല. എന്തേ? ആരും കുറ്റം പറയാനല്ല കേട്ടോ. മനസ്സിൽ നാളെ പരലോകത്തൊരു സ്വർഗമുണ്ട്, അവിടെ ഒരു ഭവനം എനിക്ക് വേണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ കഴിയുമ്പോഴാണ് അതൊക്കെ ഉണ്ടാകുന്നതെന്ന് ആലോചിക്കുക. എത്രയെത്ര ഹദീസുകൾ, എത്രയെത്ര വചനങ്ങൾ. നിസ്സാരമെങ്കിലും പലതും നിസ്സാരമെന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു ശ്രദ്ധയോടുകൂടെ അത് സ്വർഗം കിട്ടുന്ന കാര്യമാണല്ലോ. അതൊന്ന് ഇനി തെറ്റാതെ നിതാന്തമായി നിത്യമായി ഇനി എന്തായാലും സുബഹിക്കും അസർക്കെങ്കിലും പള്ളിയിലെ ജമാഅത്തിലൊന്ന് പോയി വെക്കുക. ഇനി തെറ്റാതെ ആയത്തിൽ കുറിച്ച് ഏതായാലും കാണാതെ അറിയാലോ, നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് ചൊല്ലി വെക്കുക. ഇങ്ങനെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അറിയാൻ കൂടുതലായി ശ്രമിക്കുകയും അറിഞ്ഞ ഫضലുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാണ്.